ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അയന മിച്ചു ജാക്സൺ. എൻ്റെ പേര് അയന എന്നാണ്, ഹസ്ബൻഡ് ജാക്സൺ. ഞങ്ങൾക്കൊരു മോളുണ്ട് മിഷേൽ. ഞങ്ങൾ വിളിക്കുന്നത് മിച്ചു എന്നാണ്. അതാണ് ചാനലിന് ഞങ്ങളുടെ പേര് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോയാണ്. ഞാൻ ഒരുപാട് നാളായിട്ട് ഇങ്ങനെ ഡെയിലി വ്ളോഗ്സ് ചെയ്യുന്ന ചാനൽ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനത്തെ ചാനൽ. എനിക്ക് ഒരെണ്ണം വേണമെന്ന്. അപ്പോൾ ഞാൻ ഇങ്ങനെ കുറേ നാൾ ആലോചിച്ചിരുന്ന് ചെയ്യാമെന്ന്, എനിക്കും വേണം എന്ന് ആഗ്രഹിച്ചിട്ട് തുടങ്ങിയൊരു ചാനലാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കാണുക, ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം ഞാൻ നോർമലി എൻ്റെ ലൈഫിൽ, എൻ്റെ ഡെയിലി ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ, ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്, വ്ളോഗ്സ് ഒക്കെയാണ് കാണിക്കാൻ ആഗ്രഹിക്കുന്ന ചാനലിലേക്കൂടെ. അപ്പോൾ ഇന്ന് എൻ്റെ മോർണിംഗ് ഹസ്ബൻഡ് ജോലിക്ക് പോകുന്നതിന് മുന്നേ വരെയുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ രാവിലെ നോർമലി എണീറ്റ് കഴിഞ്ഞാൽ ആദ്യം ചെയ്യണത്, തലേന്ന് കഞ്ഞി ഞാൻ ചോറിന് വെള്ളം വെച്ചിട്ട് റൈസ് കുക്കറിൽ ഇട്ടിട്ടുണ്ടാവും, അരി ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ അത് രാവിലത്തേക്ക് ആയിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്നെടുത്ത് ചൂടാക്കി വെള്ളം വാർക്കാനായിട്ട് വെക്കുകയാണ് ആദ്യം ചെയ്യണ കാര്യം. അപ്പോൾ അത് വെച്ചതിന് ശേഷം ഇന്നിപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലഞ്ചിൽ ആക്കാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് കക്ക വാങ്ങിയിട്ടുണ്ടായി. അപ്പോൾ കുറേ നാളായി കക്ക കഴിച്ചിട്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം സാധനം വാങ്ങാൻ പോയപ്പോൾ ലുലുവിൽ ഇങ്ങനെ ഇരിക്കണം കണ്ടപ്പോൾ ഒരാഗ്രഹം, അങ്ങനെ മേടിച്ചതാണ്. അപ്പോൾ കുറച്ച് കക്ക ഉണ്ടായി. അത് ഞാൻ കുറച്ച് നന്നാക്കി ഉപ്പും മഞ്ഞളും തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നന്നാക്കാൻ കുറച്ച് പാടാണ്, പക്ഷെ എന്നാലും ഉണ്ടാക്കി കഴിഞ്ഞാൽ ടേസ്റ്റ് ഇഷ്ടമാണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് വേവിക്കാൻ വേണ്ടി വയ്ക്കുകയാണ്. ഇപ്പോൾ വേവിക്കാൻ വെക്കുമ്പോൾ ഒരു ഇച്ചിരി ഉപ്പും മഞ്ഞളും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടാണ് വേവിക്കാൻ വെക്കണേ. അപ്പോൾ അതും ആക്കണ്ട്. പിന്നെ ലഞ്ചിലേക്ക് ബീട്രൂട്ട് തോരനാക്കാമെന്ന് വിചാരിക്കണേ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കണം. പഴം കുറച്ചിരിപ്പുണ്ട്. അപ്പോൾ അത് ചീത്തയായി പോണതിന് മുന്നേ പഴമുള്ളപ്പം ഒന്നുകിൽ പുട്ട് ഇല്ലെങ്കിൽ ഉപ്പുമാവ് ഉണ്ടാക്കുക ചെയ്യാം. പിന്നെ വാവയ്ക്ക് കൊടുക്കും. പക്ഷെ വാവ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട്, അവൾ കുറച്ച് ദിവസം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസത്തേക്ക് അവൾ കഴിക്കില്ല. അപ്പോൾ ഇപ്പോൾ കുറച്ചായിട്ട് അവൾ കഴിക്കണില്ല. അപ്പോൾ ഇത് ഞാൻ കക്കയാണെങ്കിൽ ഉപ്പും മഞ്ഞളും കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് വേവിക്കാനായിട്ട് വയ്ക്കുക. ഒരുപാട് നേരമൊന്നും വേവിക്കണ്ട, കുറച്ച് നേരം വെച്ചാൽ മതി വേവിക്കാൻ. പിന്നെ ഇപ്പോൾ ബീട്രൂട്ട് ഞാനാണെങ്കിൽ ചോപ്പറിലാണ് അരിയണേ. ചോപ്പറുള്ള കാരണം വലിയ ഹെൽപ്പാണ്. പെട്ടെന്ന് തിരക്കിട്ട് ചെയ്യുമ്പോൾ ആണെങ്കിൽ ചോപ്പറിൽ നല്ല ഉപകാരമാണ്. കാരണം നേരത്തെ ഒക്കെ ആയിരുന്നെങ്കിൽ ഞാൻ സെപ്പറേറ്റ് എല്ലാം അരിഞ്ഞ് സെപ്പറേറ്റ് എല്ലാം വഴറ്റി അങ്ങനെയായിരുന്നു. അപ്പോൾ തിരക്കായിട്ട്, ഇപ്പോൾ ഇന്നാണെങ്കിൽ ഓൾറെഡി ലേറ്റുമാണ്. അപ്പം അങ്ങനെയുള്ള ദിവസങ്ങളിലെല്ലാം കൂടി ഒരുമിച്ച് ചോപ്പറിലിട്ടിട്ട്, ഇപ്പോൾ ഇതിനകത്ത് വെളുത്തുള്ളി, സവോള, കറിവേപ്പില എല്ലാം കൂടി, പച്ചമുളക് എല്ലാം കൂടി ഇട്ടിട്ട് ഒരുമിച്ച് കട്ടാക്കി എടുക്കുക. എന്നിട്ട് ഒരുമിച്ച് വേവിക്കാൻ വെക്കുകയാണ്. പിന്നെ കക്കയ്ക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കറിവേപ്പില, കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ഇട്ട് പിന്നെ കുറച്ച് സവോളയും കൂടി, ഒരു ചെറിയ സവോള എടുത്തിട്ടുള്ളൂ, അതും കൂടി ഇട്ടിട്ട് ഒന്ന് വഴച്ചെടുക്കുകയാണ് ആദ്യമേ തന്നെ. ബീട്രൂട്ട് ഈ മൺചട്ടിയിൽ വെക്കണ കാരണം മൺചട്ടി ചൂടാവാൻ കുറേ സമയം എടുക്കും. അപ്പോൾ ചൂടായി വന്നപ്പോഴത്തേക്കും വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാം. അതാണ് മറ്റേ കക്കയ്ക്കുള്ള സവാളയൊക്കെ വഴറ്റിയെടുത്തതാണ് നേരം കൊണ്ട്. അപ്പോൾ മൺചട്ടി ചൂടായിട്ടുണ്ട്, അതിലേക്ക് ബീട്രൂട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതും കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട്, എല്ലാവർക്കും അറിയുണ്ടാവും, കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വയ്ക്കും. എന്നിട്ട് വെന്തതിന് ശേഷം തേങ്ങയിട്ട് വാങ്ങും.
കക്കയ്ക്കുള്ള സവാളയൊക്കെ ഒന്ന് ചെറുതായിട്ട് വാടിക്കഴിയുമ്പോൾ അതിലേക്ക് ഒരുപാട് അങ്ങോട്ട് മുരിഞ്ഞു വരണ്ട, ജസ്റ്റ് ഒന്ന് വാടിക്കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന കാശ്മീരി ചില്ലിയാണ്. മുളക് പൊടി എരിവിനനുസരിച്ച് ഇടാം കേട്ടോ, ഇവിടെ എരിവ് ഒരുപാട് വേണ്ട. അതുകൊണ്ട് കാശ്മീരി ചില്ലിയും പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇടുന്ന, കുരുമുളകിൻ്റെ എരിവാണ് കൂടുതൽ വരുന്നത്. അതിട്ടതിന് ശേഷം നമ്മൾ ആദ്യം വേവിച്ച കക്കയില്ലായിരുന്നു, ആ ഇറച്ചിയും കൂടി ഇട്ടിട്ട് ഒന്ന് മൂടി വയ്ക്കാം. നല്ലോണം മസാലയുടെ പച്ചമണം മാറണോളം വരെ ഇളക്കിയതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ കക്കയിറച്ചി. പിന്നെ ഞാൻ ഇച്ചിരി ഗരം മസാല കൂടി ആഡ് ചെയ്യണുണ്ട് അതിൻ്റെ കൂടെ. പിന്നെ അത് ഇപ്പം തന്നെ വേണമെങ്കിൽ നമുക്ക് വാങ്ങാം, പക്ഷേ ഞാൻ കുറച്ച് നേരം വെച്ചിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കേണ്ടത് നല്ലപോലെ, അതുകൊണ്ടാണ് കുറച്ചധികം നേരം വയ്ക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ വാങ്ങാം വെന്തട്ടൊക്കെ ഇട്ട്. പിന്നെ ആദ്യം എടുത്ത പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വയ്ക്കുക. നോർമലി ഞാൻ പാത്രമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒക്കെ കഴുകി വയ്ക്കും, ഇച്ചിരി എന്തിൻ്റെയും ഗ്യാപ്പ് വരുമ്പോൾ. എനിക്കിങ്ങനെ ഒരുപാട് സിങ്കിൽ പാത്രം കൂടാൻ ഇഷ്ടമല്ല. പക്ഷെ ഇപ്പം എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ വാവയൊക്കെ ഉള്ളത് കാരണം എപ്പോഴും എന്തെങ്കിലും ഒരെണ്ണമൊക്കെ കാണും. അപ്പം കഴുകി വയ്ക്കാൻ ചിലപ്പോൾ പറ്റാറില്ല, എങ്കിലും ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ വേഗം തന്നെ സിങ്കിനകത്തൊന്നും ഇല്ലാതാക്കാനായിട്ട്. ഇതിപ്പോൾ ഏട്ടന് കാപ്പിക്കുള്ള വെള്ളം വെക്കുന്ന കേട്ടോ. ഏട്ടൻ രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാപ്പി കുടിക്കുന്ന ശീലമുണ്ട്. അപ്പോൾ അതുണ്ടാക്കാനായിട്ട് വെള്ളം വെച്ച് പിന്നെ കാപ്പി കുടിച്ച് എണീറ്റതിന് ശേഷമാണ് പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ചായയൊക്കെ വയ്ക്കത്തുള്ളൂ. ആ നേരത്ത് തന്നെ മിക്കവാറും ആ സമയങ്ങളിലാണ് ഉച്ചത്തേക്ക് ലഞ്ചിന് ഏട്ടന് കൊണ്ടുപോകാനുള്ളത് ഒക്കെ എടുത്തു വയ്ക്കുക. അപ്പോൾ കക്ക ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ, എനിക്ക് അത്യാവശ്യം പാകത്തിനായിട്ടുണ്ട്. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവ പറഞ്ഞില്ലേ, അപ്പോൾ അതുണ്ടാക്കാനായിട്ട് വെച്ചതാണ്. സാധാരണ ഞാൻ ആദ്യം എല്ലാ ഓയിലും, ഇപ്പോൾ വെളിച്ചെണ്ണയാണെങ്കിലും അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ അങ്ങനെയാണെങ്കിലൊക്കെ ഉപയോഗിക്കുമായിരുന്നു. പക്ഷെ മമ്മി പറഞ്ഞിട്ടുണ്ട് സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുക ഇച്ചിരി നല്ലതെന്ന്. അങ്ങനെ ഞാൻ ഓയിലാണ് ഉപയോഗിക്കാറ്. പക്ഷേ ഇന്നിപ്പോൾ കോക്കനട്ട് ഓയിൽ ആയിപ്പോയി എടുത്തൊഴിച്ചത്. എന്താണേലും കുഴപ്പമൊന്നുമില്ല. അപ്പം എന്നിട്ട് കടുക് പൊട്ടിച്ച് കുറച്ച് ഇഞ്ചിയും പച്ചമുളക് സവാളയും കൂടി ഇട്ട് വഴറ്റുക കേട്ടോ. ഇഞ്ചി കഷ്ണമാണെങ്കിൽ ശരിക്കും മുറിഞ്ഞില്ല, അതാട്ടോ ഇച്ചിരി കഷ്ടപ്പാടായിട്ട് ഇളക്കാനേ. പിന്നെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ ആ തിളച്ച വെള്ളം കൂടി ഒഴിച്ച് കുറച്ച് ഉപ്പോടെ ഇട്ടിട്ട് റവ ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് വേവിച്ചെടുത്താൽ മതി. എൻ്റെ വീട്ടിലെന്നൊക്കെ പറഞ്ഞാൽ ഉപ്പുമാവ് കുറച്ച് തരി ഇങ്ങനെ ഡ്രൈ ആയിട്ടായിരുന്നു ഇരിക്കുക. ഞാൻ അങ്ങനെ കഴിച്ചിട്ടുണ്ടായത്. പക്ഷെ കല്യാണം കഴിച്ചതിന് ശേഷമാണ് നല്ല സോഫ്റ്റായിട്ട് മമ്മി ഉണ്ടാക്കുമ്പോൾ കഴിച്ചു തുടങ്ങി. അപ്പോൾ മമ്മി ഉണ്ടാക്കുന്ന രീതിക്കാണ് ഞാൻ ഉണ്ടാക്കാറിപ്പം. പക്ഷെ അതേ ടേസ്റ്റിലൊന്നും ആവില്ല.
ഉപ്പുമാവും ആയിട്ടുണ്ട്, നമ്മുടെ കാപ്പി ആയിട്ടുണ്ട്. ഇനി അത് ഏട്ടന് കൊണ്ട് കൊടുത്തിട്ട് ചായ വയ്ക്കണം. സാധാരണ ഞാൻ എൻ്റെ വീട്ടിലൊക്കെ ചായ വയ്ക്കുമ്പോൾ അമ്മയൊക്കെ ഹാഫ്, ഇപ്പോൾ ഒരു ഗ്ലാസ് ചായക്ക് പകുതി പാല് പകുതി വെള്ളം അങ്ങനെ എടുക്കാറ്. പക്ഷെ ഞാൻ എപ്പോഴും ചായ വയ്ക്കുമ്പോൾ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് പഞ്ചസാരയും ചായപ്പൊടി ഇട്ട് നല്ലവണ്ണം തിളപ്പിച്ചിട്ട് ചായക്കുള്ള പാലൊഴിക്കുക ചെയ്യാറ്. അപ്പം എന്ന് വെച്ചാൽ പാല് കൂടുതലായിരിക്കും എടുക്കുന്നത്. അങ്ങനെയാണ് ഞാൻ പൊതുവെ, ഏട്ടനങ്ങനെ ഇഷ്ടം, പാല് അത്യാവശ്യം വേണം, വെള്ളം ചോദിക്കരുത് പറയും. അപ്പം അതുകൊണ്ട് കൂടുതൽ പാൽ ഒഴിച്ചിട്ടാണ് ഞാൻ ചായ വയ്ക്കാം. അപ്പോഴത്തേക്കും വാവ എണീറ്റിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ വാവേനെ കൊണ്ടുപോയി അവളുടെ ചെയറിൽ അടുക്കളയിൽ ഇരുത്തിയിട്ടാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യണേ. ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ടിട്ടുണ്ട്. അത് ആദ്യം ഉപ്പുമാവിന് മുറിച്ചതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു, അപ്പോൾ അതോടെ ചായക്കകത്തേക്ക് ഇട്ടു. ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, ഏട്ടന് ലഞ്ചിനുള്ള കാര്യങ്ങൾ എടുത്തു വയ്ക്കാമെന്നുള്ളൂ ചായ ആയിക്കഴിഞ്ഞാൽ. ലഞ്ചൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് സ്ലാവൊക്കെ തുടച്ച് വൃത്തിയാക്കി ഇടുകയാണ്. എന്നിട്ട് ഏട്ടന് ചായ കൊണ്ട് കൊടുക്കണം. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടമാണെങ്കിൽ